കാർഷിക വാർത്തകൾ. റബ്ബർ കർഷകർക്ക് ആശ്വാസമായി ഷീറ്റ് വിലയിൽ നേരിയ വർധന. 5 ദിവസം കൊണ്ട് 3 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. RSS 4 ഗ്രേഡ് റബ്ബറിന് 206 രൂപയാണ് റബ്ബർ ബോർഡ് വില. കഴിഞ്ഞ ജൂൺ 19 ആഭ്യന്തര റബ്ബർ വില വീണ്ടും 200-ലെത്തിയത്. ആഭ്യന്തര മാർക്കറ്റിലെ ചരക്ക് ദൗർബല്യമാണ് വില കൂടാൻ കാരണം. വലിയ മുന്നേറ്റമില്ലെങ്കിലും റബ്ബർ വില താഴാതെ നിൽക്കുന്ന കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മഴ കുറഞ്ഞതോടെ ജൂണിലെ അപേക്ഷിച്ച് ഉൽപാദനം അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കുറി കാലവർഷം നേരത്തെ എത്തിയത് കാരണം പലർക്കും റെയിൻ ഗാർഡ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിലെ സാഹചര്യം പ്രതീക്ഷയോടെയാണ് കർഷകർ വീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൽപാദക സംസ്ഥാനമായ കേരളത്തിലും റബ്ബർ ക്ഷാമമുണ്ട്. ഇത് വില കൂടാനും ഇടയാക്കി. അടുത്ത ദിവസങ്ങളിൽ വില 210-ലേക്ക് ഉയരുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ടാപ്പിംഗ് മെച്ചപ്പെടുത്തി ഉൽപാദനം കൂട്ടുമ്പോഴും വില 200 രൂപയ്ക്ക് മേൽ നിൽക്കുന്നുണ്ടെന്ന് കൃഷിക്കാർ പറയുന്നു. മഴമറ ചെലവും കടന്നുള്ള വരുമാനം ഉണ്ടെങ്കിലേ നഷ്ടം തടയാൻ കഴിയൂ. സമീപ മാസങ്ങളിലും വില 200-ന് ചുറ്റുവട്ടത്ത് നിൽക്കുമെന്നാണ് ടയർ കമ്പനികളുടെ അനുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇടുക്കിയിൽ അതിതീവ്രമായ മഴയും കാറ്റും ഏലം കൃഷിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുന്നു. കഴിഞ്ഞ വർഷം കടുത്ത വേനൽ പിടിമുറുക്കിയപ്പോൾ ഇത്തവണ മഴയാണ് കർഷകരെ തളർത്തിയത്. കഴിഞ്ഞ കടുത്ത വേനലിൽ ഇടുക്കിയിലെ 40% ഏലച്ചെടി ഉണങ്ങി നശിച്ചിരുന്നു. കർഷകർ വൻതുക മുടക്കി ഈ വർഷം ഇത് പുനഃസ്ഥാപിച്ചു. ഉണങ്ങാതിരിക്കാൻ ഗ്രീൻ നെറ്റുമിട്ടു. ഇതോടെ ഈ വർഷം വേനൽ ശക്തമായെങ്കിലും മികച്ച വിളവുണ്ടായി. എന്നാൽ മെയ് പകുതിയോടെ ആരംഭിച്ച മഴ ഇടവേളകളില്ലാതെ തുടർന്നു. ഇടയ്ക്കിടെയുണ്ടായ അതിതീവ്ര മഴയിലും ഒപ്പമുണ്ടായ കാറ്റിലുമാണ് ഏലത്തട്ടകൾ കൂട്ടത്തോടെ മറിഞ്ഞു വീണത്. പലതും വലിയ തോതിൽ വിളഞ്ഞതായിരുന്നു. പുനഃസ്ഥാപിക്കാനാവാത്ത വിധമാണ് നാശമുണ്ടായത്. വില 2500 മുതൽ 2700 വരെ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഈ തിരിച്ചടി. ഇടുക്കിയിൽ 30% വരെ ഉൽപാദനം കുറഞ്ഞതായാണ് കണക്ക്. കഴിഞ്ഞ 2 മാസത്തിനിടെ 40 ദിവസത്തിലേറെ മഴ കിട്ടി. ഇതോടൊപ്പം ചെടികൾ അഴുകി നശിക്കുന്നതും ഉൽപാദനമിടിയലിന് കാരണമായി. മഴ കനത്തതോടെ അഴുകൽ രോഗവും വ്യാപകമാണ്. രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, വണ്ടൻമേട്, കുമളി, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിലാണ് ചെടികൾക്ക് രോഗബാധയേറെയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോഴിവളത്തിന്റെ അപ്രതീക്ഷിത വിലക്കയറ്റത്തെ തുടർന്ന് പ്രതിസന്ധിയിലായി കാർഷിക മേഖല. ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറികളും ഏത്തവാഴയും കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് തിരിച്ചടിയായത്. മഴക്കാലത്ത് അടിവളമായി ഉപയോഗിച്ചിരുന്ന കോഴിവളത്തിനാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ഒരു ചാക്കിന് 80 രൂപയായിരുന്നു വില. ഒരു മാസത്തിനിടെ വില 160 രൂപയായി ഉയർന്നു. 35 കിലോ മുതൽ 40 കിലോ വരെയാണ് ഒരു ചാക്ക് വളത്തിന്റെ തൂക്കം. മുട്ടക്കോഴി വളർത്തൽ ഫാമുകളിൽ കൃത്യമായി സംസ്കരിച്ച വളമായതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നതിന് ഗുണനിലവാരം കൂടുതലാണ്. റബ്ബർ, ഏലം, കമുക അടങ്ങിയ വിളകൾക്കും അടിവളമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. നാട്ടിലെ ഫാമുകളിൽ അറക്കപ്പൊടി ഉപയോഗിക്കുന്നതിനാൽ വളത്തിന് ഗുണനിലവാരം കുറവാണ്. കാർഷിക നയത്തിന്റെ ഭാഗമായി കോഴിവളം തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നില്ല. അതിനാൽ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ ഉണക്കച്ചാണകമാണ് ഉപയോഗിക്കുന്നത്. ഏലം കർഷകരും ഉണക്കച്ചാണകം വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പ് മഴക്കാലത്ത് ധാരാളമായി ഉണക്കച്ചാണകം കിട്ടിയിരുന്നു. 50% ആളുകൾ ക്ഷീരമേഖലയിൽ നിന്ന് പിന്മാറിയതോടെ വൻകിട ഫാമുകളിൽ മാത്രമാണ് ഉണങ്ങിയ ചാണകം ലഭിക്കുന്നത്. നാട്ടിലെ കോഴിവളത്തിന് ഗുണനിലവാരമില്ലാത്തതും വില കുതിപ്പിനിടയാക്കി. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ഇറക്കിയ കർഷകരെയാണ് ഏറ്റവുമധികം ബാധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പാൽവില വർധന ഉടൻ ഉണ്ടാവില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി. വില കൂട്ടുന്നത് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. അതിനുശേഷമായിരിക്കും തീരുമാനമെന്നും ചെയർമാൻ അറിയിച്ചു. പാൽവില വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ മിൽമ ഫെഡറേഷന്റെ തിരുവനന്തപുരത്തെ പട്ടം ഹെഡ് ഓഫീസിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. യോഗത്തിൽ 3 മേഖലാ യൂണിയനുകളിലെ ചെയർമാൻമാർ, MD-മാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ലിറ്ററിന് 3 രൂപ മുതൽ 4 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. മിൽമ, തിരുവനന്തപുരം, എറണാകുളം യൂണിയനുകൾ വർധനയ്ക്ക് അനുകൂല തീരുമാനം എടുത്തിരുന്നു. എന്നാൽ വില കൂട്ടേണ്ടതില്ലെന്ന നിലപാടിലാണ് മലബാർ യൂണിയൻ. ലിറ്ററിന് 10 രൂപ വർധനയാണ് എറണാകുളം യൂണിയൻ ശുപാർശ ചെയ്തത്. ഉൽപാദന ചെലവിന് ആനുപാതിക വർധന തിരുവനന്തപുരം യൂണിയനും ശുപാർശ ചെയ്തിരുന്നു. പാലിന് 2019 സെപ്റ്റംബറിൽ 4 രൂപയും 2022 ഡിസംബറിൽ ലിറ്ററിന് 6 രൂപയും മിൽമ കൂട്ടിയിരുന്നു. നിലവിൽ മിൽമ പാൽ ലിറ്ററിന് 52 രൂപയാണ്. പ്രതിദിനം 17 ലക്ഷം ലിറ്റർ പാലാണ് കേരളത്തിൽ മിൽമ വിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലത്തോട്ടങ്ങളിൽ ആദ്യ റൗണ്ട് വിളവെടുപ്പ് പൂർത്തിയാവുന്നു. ആഗോള മാർക്കറ്റിൽ നിശ്ചലാവസ്ഥയിൽ റബ്ബർ. ഇതര സംസ്ഥാന ലോബികളുടെ വെളിച്ചെണ്ണ വില ചൂഷണം തടയാൻ മുന്നിട്ടിറങ്ങി സപ്ലൈകോ. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 38,800 രൂപ. ഇടുക്കിയിൽ നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2629 രൂപയിലും മികച്ച ഇനങ്ങൾ 3075 രൂപയിലുമാണ്. ആഭ്യന്തര വിദേശ ആവശ്യക്കാരുടെ സാന്നിധ്യം ഏലത്തിന് മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കാം. ഗ്വാട്ടിമലയിൽ ഏലം ഉൽപാദനത്തിൽ ചെറിയ കുറവ് സംഭവിച്ചെന്ന സൂചനകൾ കേരളത്തിലെ കർഷകർക്ക് താങ്ങാവും. ആഗോള മാർക്കറ്റിൽ റബ്ബറിന് മുന്നേറാനാവുന്നില്ല. കഴിഞ്ഞ മാസം ആഗോള ഇലക്ട്രിക് വാഹന വിൽപ്പന 24%, ചൈനയിൽ വിൽപ്പന 28% ഉയർന്നിട്ടും റബ്ബറിൽ ഉണർവ് കണ്ടില്ല. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ കിലോ 321 yen വരെ ഉയർന്ന് ശേഷം 317 yen താഴ്ന്നു.
തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ വില കിലോ 193 രൂപയിൽ നിന്നും 194 രൂപയായി. കൊച്ചിയിൽ 4 ഗ്രേഡ് 208 രൂപ. ചിങ്ങം അടുത്തതോടെ വെളിച്ചെണ്ണയ്ക്കുള്ള വർദ്ധിച്ച ഡിമാൻഡ് മുന്നിൽ കണ്ട് സപ്ലൈകോ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എണ്ണ ശേഖരിക്കാൻ ഒരുങ്ങുന്നു. സാധാരണ നാട്ടിലെ മില്ലുകളിൽ നിന്നുള്ള എണ്ണ മാത്രമാണ് അവർ ശേഖരിച്ചിരുന്നത്. സർക്കാർ ടെൻഡർ നടപടികൾ പരിഷ്കരിച്ചാണ് കേരളത്തിന് പുറത്തുനിന്നുള്ള വിതരണക്കാരെ തേടുന്നത്. കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 38,800 രൂപയിലും കൊപ്ര 25,900 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 208, RSS 5 204, ലാറ്റക്സ് 144, ജാതിക്ക 270, ജാതിപത്രി 1600 മുതൽ 1850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 68,600, കുരുമുളക് അൺഗാർബിൾ 66,600, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,800, കൊപ്ര 26,000, ചുക്ക് 22,500.